പരാജയമായി ഞങ്ങൾ കാണുന്നത്. പക്ഷെ പരാജയം തന്നെയാണ്, വിജയം തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനവിധിയെ ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. UDFന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം പത്തനംതിട്ട ജില്ലയിൽ വീണ്ടെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ വിജയത്തിന് തുല്യമായിട്ടുള്ള ഒരു പരാജയമാണ് കോന്നി നിയോജക മണ്ഡലത്തിൽ പാർട്ടി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ DCC പ്രസിഡന്റായി അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ആ കോന്നിയിലെ UDFന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് അന്ന് DCC പ്രസിഡന്റ് ചുമതല കൂടി വഹിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്ററാണ്. കോന്നി പഞ്ചായത്തുകളിലാണ് UDFന്റെ വോട്ട് വളരെയധികം കുറഞ്ഞത്. അപ്പൊ ഈ വിഷയമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ റോബിൻ പീറ്റർ ഉണ്ട്. എങ്ങനെയാണ് റോബിനെ അതിന്റെ കാര്യങ്ങളൊക്കെ, ഈ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം? ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 4 നിയോജകമണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. എന്നാൽ കോന്നിയെ സംബന്ധിച്ചിടത്തോളം കോന്നിയിൽ പരാജയം എന്ന് ഞങ്ങൾ ഒരിക്കലും അതിനെ കാണുന്നില്ല. കാരണം 15,000-നും 25,000-നും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥിയും LDFന്റെ നേതാക്കന്മാരും പറഞ്ഞിരുന്നിടത്ത് 1,800-ൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്, DCC പ്രസിഡന്റ് പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പരാജയമായി ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ പരാജയം തന്നെയാണ്, വിജയം തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനവിധിയെ ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അവരുകളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ വാക്കിതാണ്: കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഐക്യം, പ്രത്യേകിച്ച് കോന്നി നിയോജകമണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലെയും പാർട്ടി നേതാക്കന്മാരും അണികളും അനുഭാവികളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമുക്ക് നിലവിൽ 6.5 വർഷക്കാലം MLA ആയിരുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. സ്വാഭാവികമായും ആ 5.5 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില പ്രവർത്തനങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വളരെ 6 മാസം മുമ്പേ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം ബോധപൂർവം നടപ്പാക്കിയിട്ടുണ്ട്. അത് ഏതൊരാൾക്കും, ഏത് കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന പ്രത്യേകിച്ച് കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കോന്നി, അരുവാപ്പലം, പ്രമാടം, വള്ളിക്കോട്, അവിടെ എല്ലാം UDFന് ഭൂരിപക്ഷമായിരുന്നു. ആ ഭൂരിപക്ഷം നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് ആ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2,500ഓളം വോട്ട് കോന്നി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കൂടുതലുണ്ട്. ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ ജില്ലാ പഞ്ചായത്തിൽ 4,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോ, ഞാൻ നിയമസഭയിൽ മത്സരിച്ചപ്പോ പ്രമാട പഞ്ചായത്തിലെ ഭൂരിപക്ഷം 1,750 ഈ പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങളിൽ വിലയിരുത്തൽ നടത്തിയപ്പോൾ എല്ലാം ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1,500 വോട്ട് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ 1,250 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ ആന്റണി 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ പ്രമാണത്തെ ഭൂരിപക്ഷം 1000-ൽ താഴെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു നിലവിലുള്ള ഒരു ജനപ്രതിനിധിക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ അല്പം കൂടുതൽ വെയിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട്. 1. 2, നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ വൈകിപ്പോയി. ആ സ്ഥാനാർത്ഥി നിർണയം വൈകി കഴിഞ്ഞതിന് ശേഷം ഒരു UDF സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തമായ നിലയിലും പാർട്ടി UDF സംവിധാനം ഉപയോഗപ്പെടുത്തിയും എത്രമാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായും സത്യസന്ധമായും ആത്മാർത്ഥതയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ അകത്തൊരു വേർതിരിവുണ്ടായെന്ന് വ്യക്തിപരമായി ഈ കാലം 10, 35, 40 വർഷം ഈ പൊതുരംഗത്ത് നിന്ന ഒരാളെന്ന നിലയിലും ഈ 30 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നതും ഈ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ചുമതല വഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലും എനിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയും ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു വേർതിരിവോ ഒന്നും
UDF സ്ഥാനാർത്ഥിക്ക് എതിരായി ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ശ്രീ അടൂർ പ്രകാശ് MP മത്സരിക്കുന്ന സമയങ്ങളിൽ 20,000 താഴെയാണ് BJPക്ക് വോട്ടുണ്ടായിരുന്നത്. 15,000, 13,000 അതായിരുന്നു ആ ഒരു സാഹചര്യം. അത് കഴിഞ്ഞതിന് ശേഷം 2019 ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഇതെല്ലാം രേഖകളല്ലേ എല്ലാം. പക്ഷെങ്കിൽ നിയുക്ത MLA പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ഡീലുണ്ടെന്നാണ്. ഒരിക്കലും ആ കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ഒരു ഡീലും കോന്നിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ UDFുമായി ഉണ്ടായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോഴുള്ള BJPയുടെ വോട്ട് എത്രയാണ്? 2021 ഞാൻ മത്സരിക്കുമ്പോൾ വീണ്ടും സുരേന്ദ്രൻ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ 32,000 വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്രീ അനിൽ ആന്റണി ഇവിടെ മത്സരിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ നിയോജകമണ്ഡലത്തിലെ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഉച്ചഭാഷണിയിലൂടെ ഒരു വാക്ക് സംസാരിച്ച ആളല്ല. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ വന്നു പോയിട്ടുള്ളതേ ഉള്ളൂ. പര്യടന പരിപാടിയൊക്കെ വളരെ ശുഷ്കമായിരുന്നു. എത്രയാണ് അനിൽ ആന്റണി പിടിച്ച വോട്ട്? 32,000 വോട്ട്. ഇപ്പൊ എത്രയാണ് BDJSന്റെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചത്? 15,000-ൽ അധികം വോട്ട്. ഈ വോട്ടുകൾ എവിടേക്ക് പോയി? വെറുതെ നമ്മൾ അടൂർ പ്രകാശിന്റെ ആണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ ഒരു വിവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടാന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലാതെ അതിലൊന്നും അടിസ്ഥാനമില്ല. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ? ഇവിടെ ഒരു മത്സരമില്ല, ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ഒന്നുമല്ല, ഇവിടുത്തെ BJPയുടെ വോട്ടുകൾ മുഴുവൻ എനിക്കാണ്. ഞാൻ പറയുന്ന കാര്യമല്ല. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഈ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ പറഞ്ഞതാണ്, ഇവിടെ ഇലക്ഷൻ ഇല്ല, 15,000, 25,000 വോട്ടിന് ജയിക്കും, വലിയ മുൻതൂക്കമാണ്, വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്, UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ജനപിന്തുണയും ഇല്ല, BJPയുടെ അടക്കമുള്ള മുഴുവൻ വോട്ടും എനിക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞതല്ല. സതീഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പോലും ഒരു കുറ്റം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ മാന്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവ്. ഈ ജില്ലയിലെ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ പ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയേറെ ആത്മസംവേദനത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്ത് പോയ നാളുകളാണ് കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ ഉണ്ടായത്. ബഹുമാനനായ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സാറിനോടൊപ്പം എല്ലാവരും, എല്ലാ ഘടകങ്ങളും UDF സംവിധാനം ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കോന്നിയിലെ ഞങ്ങളോട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്നേഹം നൽകിയ, പിന്തുണ നൽകിയ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി ഈ സമയത്ത് അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റോബിൻ പീറ്റർ പറയുന്ന വാക്ക് ശരിവെച്ചുകൊണ്ട് തന്നെയാണ്. ഫോട്ടോ ഫിനിഷിങ്ങിലാണ്, ഏകദേശം 1000-ൽ പരം വോട്ടിന്റെ പരാജയത്തിലാണ് DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അവിടുത്തെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവിടെ ഒരു വിഭാഗീയ പ്രവർത്തനവും നടന്നിട്ടില്ലെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.